അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഗോവയിൽ പോവുകയാണ് ഗൈസ്. ഇതാണ് ഇപ്പോൾ ഞങ്ങളുടെ സ്റ്റേ ചെയ്ത ഹോട്ടൽ. അവിടെ ക്രിസ്മസിൻ്റെ ടൈമിലാണ് വന്നത് കാരണം നമുക്കിവിടെ പുൽക്കൂടും ഉണ്ണിയേശും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ടാണല്ലോ ഉണ്ണിയേശുവിനെ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ നമ്മുടെ റൂം വരുന്നത്. അടിപൊളി റൂമായിരുന്നു. അവരുടെ റൂം സർവീസും എല്ലാം കൊള്ളായിരുന്നു കേട്ടോ. ടിവിയും ഫ്രിഡ്ജും എല്ലാം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് നേരെ പാക്ക ബീച്ചിലോട്ട് പോയി. വൈകുന്നേരമായിരുന്നു അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ എപ്പോഴോ ലൈവാണ് സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം. ഫുൾ ആൾക്കാരൊക്കെ ആയിട്ട് ഫുൾ ലൈവാണ്. പിന്നെ കുറച്ച് ഷോ ഓഫ് ആവാമെന്ന് കരുതി കുറച്ച് നടത്തം. അപ്പം ഞാൻ ഫുള്ള് ലൈറ്റൊക്കെ ഇങ്ങനെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുള്ള് ലൈറ്റ് ഇട്ട് എന്ത് രസമെന്ന് അറിയിട്ടാണ് ക്യാമറയെക്കാട്ടിയും കാണാൻ നല്ല രസമാണ്. ഫുള്ള് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണാനായിട്ട്. പിന്നെ നമ്മൾ സ്പീഡ് ബോട്ട് കയറി. ആദ്യം നമ്മൾ വീഡിയോ എടുക്കാമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഫോൺ എടുക്കാമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്പീഡ് ബോട്ട് നീങ്ങി തുടങ്ങിയപ്പോൾ എനിക്ക് ഫോൺ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതായി. പിന്നെ ഞാൻ എൻ്റെ ഫോൺ ഹസ്ബൻഡിന് കൊടുക്കുക ചെയ്തേ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുത്തത് അവനായിരുന്നു. പിന്നെ ഇവിടെ സ്പീഡ് ബോട്ട് അല്ലാതെ തന്നെ കുറേയേറെ ആക്ടിവിറ്റീസും എല്ലാം ഉണ്ട് കേട്ടോ. പാരാഗ്ലൈഡിങ്ങും അത് ഇതൊക്കെ ആയിട്ട് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ വീഡിയോസൊക്കെ എടുത്തത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഫോണേ ഉറക്കുന്നുണ്ടായിരുന്നില്ല അന്നേരം. അപ്പോൾ സണ്ണൊക്കെ ഇങ്ങനെ സെറ്റായി വരികയായിരുന്നു. സൺസെറ്റായി വരികയായിരുന്നു. കണ്ടില്ലേ, നല്ല രസമാണ് രാത്രി കാണാനായിട്ട്. എന്ത് രസമാണല്ലേ. കുറച്ചും കൂടി ഇരുട്ടാവട്ടെ, കുറച്ചും കൂടി ഭംഗിയായിരിക്കും. പിന്നെ നമ്മളവിടെ കുറച്ച് ഇരുന്നു. ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും എന്താണ്ടൊക്കെ ചൗച്ചൗ അങ്ങനെ എന്തൊക്കെയൊക്കെ സാധനങ്ങൾ കഴിച്ചു. അങ്ങനെ കുറേ അവിടെ ഇങ്ങനെ ഇരുന്നു. കണ്ടോ, ബനാന റൈഡൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിന് ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ഹസ്ബൻഡിനൊരാഗ്രഹം ഒരു അർബൻ ക്രൂയിസർ ഉണ്ടാക്കിയല്ലോ എന്ന്. അങ്ങനെ ഒരു കാറായി. നിങ്ങൾ പറയണം കേട്ടോ ഇത് എന്ത് കാറാണെന്ന്. ഇത് ചക്രമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്.
പിന്നെ ഇതാണ് കേട്ടോ വൈകുന്നേരമായി തുടങ്ങി ബാഗ ബീച്ചിൽ. പിന്നെ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഇരുന്ന് വെറും റിലാക്സ് ആയിട്ടിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ കണ്ടില്ലേ നല്ല ലൈറ്റൊക്കെ വന്ന് അടിപൊളിയായിട്ടുണ്ട്. ഫുള്ള് മഞ്ഞ ലൈറ്റ്. ഇത് ഓരോ ഷാർക്കുകളാണ് കേട്ടോ. ഷാർക്ക് തന്നെയല്ലേ പറയാം. കണ്ടോ ഇതൊരു ഷാർക്കാണ്. ഷാർക്ക് തന്നെയാണ് തോന്നുന്നു പറയുന്നത്. നമ്മളവിടെ ഇങ്ങനെ രസം നല്ല ഇങ്ങനെ തെരപാര നടന്നു. കുറേ പേര് കള്ളും വെള്ളവും എല്ലാം അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബാഗ ബീച്ചിൻ്റെ പുറത്തും അവരെന്തൊക്കെയോ ഉണ്ണീശുവിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുൽക്കൂടും സംഭവങ്ങളൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ നേരെ ഒരു ഫോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. ഫോർട്ടിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. നല്ല ബ്ലോക്കാണ്. കണ്ടില്ലേ ഫുള്ള് വലിയ വലിയ കപ്പലുകളൊക്കെ പോകുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ഒന്നെടുത്ത ഫോട്ടോയാണ് ഇട്ടത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഡോൾഫിനെ കാണാൻ വേണ്ടി പോയതാണ്. എന്തോ ഒരു ബീച്ചിലാണിത് പോയത്. കണ്ടില്ലേ ഗൈസ് നമ്മുടെ ഡോൾഫിൻ ചാടുന്നത്. പിന്നെ നമ്മൾ നേരെ പോയത് കലങ്കുട്ടയിൽ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. കുറേ നേരം അവിടെ ഇരുന്നു. കുറേ കഴിഞ്ഞിട്ട് നമ്മൾ പോയത് അവിടെ നിന്ന്. നല്ലൊരു വൈബായിരുന്നു കേട്ടോ അവിടെ. പിന്നെ പിറ്റേ ദിവസം നമ്മൾ അഞ്ജന ബീച്ചിൽ പോയിട്ട് കടൽ തീരത്തിനടുത്തോട് ചേർന്ന ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ ഇരുന്നു. അവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചൊരു കടയിൽ കയറി. ആ കടയാണിത് കേട്ടോ. അതിനുശേഷം നമ്മളൊരു വഗേറ്ററാണോ അങ്ങനെ ഒരു ബീച്ചിൽ പോയി. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല. അവിടെ നിന്ന് സൺസെറ്റൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ പോയത് അഗോഡ ഫോർട്ടിലാണ്. അവിടെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാ വ്യൂവും നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. മറ്റേ ഫുൾ കടൽ വ്യൂ എല്ലാം കാണാൻ പറ്റും. ഇതാണ് കേട്ടോ അതിൻ്റെ മേലെ നിന്നിട്ടുള്ള വ്യൂ. ഇവിടുന്ന് നോക്കി നമ്മൾ പോയ എല്ലാ ബീച്ചുകളും ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ വെച്ചാൽ ഫുള്ള് തിരക്കാണ്. ഫുള്ള് ഫോട്ടോ എടുക്കാൻ വേണ്ടി ആൾക്കാരുടെ ഒരു തിരക്കായിരുന്നു. അപ്പോൾ ഗൈസ് ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അത്ര തന്നെ.